മുടി കൊഴിച്ചിൽ തുടങ്ങിയാൽ പിന്നെ രക്ഷയില്ല അല്ലേ. കിടക്ക മുതൽ വസ്ത്രങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഭക്ഷണത്തിൽ നിന്ന് വരെ മുടി കിട്ടുന്നവരുണ്ട്. താരനുള്ളവരിലാണ് മുടി കൊഴിച്ചിൽ രൂക്ഷമാകുന്നത്. നമ്മുടെ മുടി കൊഴിച്ചിലെല്ലാം പൂർണ്ണമായി മാറി അതുപോലെ തന്നെ താരനും പൂർണ്ണമായി മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോം റെമഡിയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യം വേണ്ടത് ഒരു മീഡിയം സൈസ് കറ്റാർ വാഴയുടെ തണ്ടാണേ. വലുതുണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളതാണെങ്കിൽ അത്ര വലിയ ഇല ആയിരിക്കത്തില്ല, ഒരു നോർമൽ അളവിലായിരിക്കും അതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്. കുഴപ്പമില്ല അതൊന്നും. ഞാൻ ഒരു നോർമൽ അളവിലുള്ള ഒരു കറ്റാർ വാഴ ഇലയാണ് എടുത്തിട്ടുള്ളത്. അത് രണ്ടായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് നമ്മുടെ ഉലുവ വെച്ച് കൊടുക്കുന്നുണ്ടേ. നിങ്ങൾക്ക് ഇങ്ങനെ വയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനെ വയ്ക്കാം, അല്ലെങ്കിൽ ഈ ജെല്ലെല്ലാം ഒന്ന് സ്കൂപ്പ് ചെയ്തിട്ടിട്ട് ആ ജെല്ലെടുത്ത് അതിലേക്ക് നമ്മുടെ ഉലുവ ഇട്ട് കൊടുക്കുന്നതും വേറൊരു മെത്തേഡാണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് രീതിയിൽ ഏത് രീതിയിലും ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഞാൻ അത് അടച്ചു വയ്ക്കുന്നുണ്ടേ. ഇനി ഞാൻ കുറച്ച് അലോവേര ജെല്ല് വാങ്ങിയതിരിപ്പുണ്ടായിരുന്നു. അത് ഒരു 2 സ്പൂൺ അളവിലെടുത്തിട്ട് അതിലേക്ക് ഞാൻ പൊടിച്ച ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുന്നുമുണ്ട്. ഉലുവയായാലും അതുപോലെ തന്നെ കറ്റാർ വാഴയുടെ ജെല്ലായാലും നമ്മുടെ മുടി വളരാനും അതുപോലെ തന്നെ താരൻ പൂർണ്ണമായും മാറാനും മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനും പറ്റിയ 2 ഐറ്റമാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. കറ്റാർ വാഴ എന്ന് പറയുന്നത് നമ്മുടെ തലയ്ക്ക് നല്ല തണുപ്പ് തരാനും അതുപോലെ തന്നെ മുടി നല്ല രീതിയിൽ ആരോഗ്യത്തോടെ വളരാനും സഹായിക്കും. ഉലുവയുടെ കാര്യം പിന്നെ പറയേണ്ടതില്ല. ഇത്രയും പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത് വൈകിട്ടാണ്. ഇന്നലെ വൈകിട്ടാണ് ഞാൻ ഇത്രയും പ്രോസസ്സ് ചെയ്തത്. ഇനി പിറ്റേ ദിവസം രാവിലെ എടുത്ത് നോക്കുമ്പോൾ ഇത് നമ്മുടെ ഉലുവ എന്ന് പറയുന്നത് നല്ലവണ്ണം കുതിർന്ന് ഇരിക്കുന്ന ഒരവസ്ഥയായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ വാങ്ങിയ ജെല്ലില്ലേ, കറ്റാർ വാഴയുടെ ജെല്ല് നല്ലവണ്ണം കുതിർന്ന് സെറ്റായിരിപ്പുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു സവാളയാണ്. അത് തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയുടെ ജാറിലേക്കാക്കി കുറച്ച് കഞ്ഞിവെള്ളം, അതായത് ഇത് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മുടെ സവാളയിൽ ആവശ്യത്തിന് വെള്ളമുണ്ട്, അതുപോലെ തന്നെ കറ്റാർ വാഴയിലും ധാരാളം വെള്ളത്തിൻ്റെ അംശമുണ്ട്. എന്നാലും ചെറിയൊരളവിൽ ഞാൻ ഇപ്പോൾ കാണിക്കും, ഒരു ചെറിയൊരളവിലാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഒരു 2 സ്പൂൺ അളവിൽ ഇതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചതിന് ശേഷം ഇത് പിഴിഞ്ഞ് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. തലയിൽ അപ്ലൈ ചെയ്ത് ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോർമൽ വെള്ളത്തിൽ കഴുകിക്കളയാം. ഇത് നിങ്ങൾക്ക് അരിക്കാതെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അരിക്കാതെ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തല കഴുകാൻ വേണ്ടിയിട്ട് മറക്കരുത്. കാരണം നമ്മുടെ ഉലുവ ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഉലുവയുടെ അംശം ചിലപ്പോൾ മുടിയിൽ, അതായത് സ്കാൽപ്പിൽ തങ്ങി നിൽക്കുകയാണെങ്കിൽ അത് മുടി കൊഴിയാനും അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ കഴുകി കളയാൻ വേണ്ടിയിട്ട് മറക്കരുത്. ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത് മാസത്തിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും നിങ്ങൾ കുറഞ്ഞത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. നല്ല രീതിയിൽ മാറ്റം നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. പൂർണ്ണമായി നമ്മുടെ താരൻ മാറും. അതുപോലെ തന്നെ നമ്മുടെ തലനീരിറക്കമുള്ളവരൊക്കെ ആണെങ്കിൽ 1-2 നമ്മുടെ ഞവരയില, അതായത് പനിക്കൂർക്കയുടെ ഇലയും കുറച്ച് തുളസിയുടെ ഇലയും കൂടി ആഡ് ചെയ്ത് അരയ്ക്കുന്നത് ഇതിൻ്റെ എഫക്റ്റ് കൂട്ടും. അതായത് നമ്മുടെ തലനീരിറക്കം അതുപോലെ തന്നെ ജലദോഷമൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഈ 2 സാധനങ്ങൾ ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മളിതിലേക്ക് ചേർത്ത സവാളയ്ക്ക് പകരമായിട്ട് ചെറിയ ഉള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. സവാളയെക്കാളും കൂടുതൽ ബെസ്റ്റ് എന്ന് പറയുന്ന ചെറിയ ഉള്ളിയാണ്. പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയത് സവാളയാണ്, അതുകൊണ്ട് ഞാൻ സവാളയാണ് ചേർത്തത്. സവാളയിലെ ഗുണമെന്ന് പറയുന്നത് കെരാറ്റിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ പ്ലേറ്റ് ഉണ്ടാക്കുന്ന കേടുപാടുകളാണ് നമ്മുടെ മുടി കൊഴിച്ചിലിനും മുടിയുടെ ആരോഗ്യം നശിക്കാനും കാരണമാകുന്നത്. ഈ കെരാറ്റിൻ്റെ പ്രോട്ടീൻ പ്ലേറ്റുകളെ തമ്മിൽ ഒരുമിച്ച് ചേർക്കാൻ, അതായത് മുടിയുടെ ഒറ്റ കവറിംഗ് ആയിട്ട് ഇതിനെ നിലനിർത്താൻ സഹായിക്കുന്നത് ഡൈസൾഫൈഡ് ബോണ്ടുകളാണ്. ഈ ബോണ്ടിലുണ്ടാകുന്ന കേടുപാടുകളാണ് മുടി കൊഴിയാൻ വേണ്ടിയിട്ടും മുടി പൊട്ടിപ്പോകാനും കാരണമാകുന്നത്. ഉള്ളി ജ്യൂസിലെ സൾഫർ ഈ ഡൈസൾഫൈഡ് ബോണ്ടിനെ ശക്തിപ്പെടുത്തുന്നത്. അങ്ങനെയാണ് മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, സാധാരണയായി പുരുഷന്മാരിൽ ധാരാളം ആയിട്ടും അതുപോലെ തന്നെ സ്ത്രീകളിലും കഷണ്ടിക്കും ചാൻസ് ഉണ്ട്. കഷണ്ടി എന്ന് പറഞ്ഞാൽ മുടി ഡയറക്റ്റായിട്ട് പൊഴിഞ്ഞു പോവുകയല്ല ചെയ്യുന്നത്, മുടിയുടെ തിക്നെസ് പതിയെ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് ആഴ്ചയിൽ 1 ദിവസം കുറഞ്ഞത് ഉപയോഗിക്കുന്നത് നല്ല രീതിയിൽ മുടി വളരാനും. ചില ആൾക്കാർക്കെങ്കിലും മുടി പൊടിച്ചു വരുന്നുണ്ട്, അതായത് ചെറിയ ഹെയർ ഫോളിക്കിൾ വരുന്നുണ്ട്, പക്ഷേ അത് നിലനിൽക്കുന്നില്ല. അങ്ങനെയുള്ളവർക്കും ഈ ഒരു ഹെയർ പാക്ക് പ്രയോജനപ്പെടും കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.